മഹാരാഷ്ട്രയിൽ വലിയ അട്ടിമറികൾക്ക് കളമൊരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. ശിവസേനയെ ഒന്നാകെ പിളർത്തി ഏക്നാഥ് ഷിൻഡെ മറുകണ്ഠം ചാടി ബി.ജെ.പിക്ക് കൈകൊടുത്തതോടെയാണ് അട്ടിമറികൾക്ക് കളമൊരുങ്ങിയത്. പ്രതിപക്ഷത്തായിരുന്ന ബി.ജെ.പി ഷിൻഡെയ്ക്കൊപ്പം ചേർന്ന് അങ്ങ് മഹാരാഷ്ട്രയിൽ സർക്കാരുണ്ടാക്കി. 2.5 വർഷക്കാലം മുഖ്യമന്ത്രിയായും ഷിൻഡെ മഹാരാഷ്ട്രയിൽ കളം നിറഞ്ഞു. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം നേടിയ ബി.ജെ.പി സർക്കാർ ഉണ്ടാക്കിയപ്പോൾ മുഖ്യമന്ത്രി പദവിയിൽ നിന്ന് ഷിൻഡെ പിന്നോട്ടിറങ്ങി ഉപമുഖ്യമന്ത്രി പദവിയിൽ ഒതുങ്ങി. എന്നാൽ സർക്കാർ ഒരു പൊട്ടിത്തെറിയുടെ വക്കിലാണ് നിൽക്കുന്നത്. ശിവസേന ഷിൻഡെ പക്ഷത്തെ എം.എൽ.എമാരെ ഒന്നാകെ വിഴുങ്ങാൻ ബി.ജെ.പി ഇറങ്ങിയതോടെയാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നുവെന്ന് ഏക്നാഥ് ഷിൻഡെയ്ക്ക് മനസ്സിലായത്. പിന്നാലെ ബി.ജെ.പിയുടെ നിഴലായി നിന്ന കാലത്തെ ശപിക്കുകയാണ് ഷിൻഡെ. ബി.ജെ.പിയുമായി അകന്നു കഴിയുന്ന ഷിൻഡെ ചില ഒളിയമ്പുകൾ ബി.ജെ.പിക്ക് നേരെ തൊടുത്തുവിടുന്നുണ്ട്. അഹങ്കാരമാണ് ലങ്കാധിപതിയായ രാവണന്റെ പതനത്തിന് കാരണമായതെന്നാണ് ആദ്യ കമന്റ്. ബി.ജെ.പിയെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ഷിൻഡെ പ്രസ്താവന നടത്തിയത്. ശിവസേന എം.എൽ.എമാരെ ചാക്കിലാക്കാൻ ശ്രമിക്കുന്നവർക്ക് പുരാണത്തിലെ രാവണന്റെ അതേ ദുർഗതി ഉണ്ടാകുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇത് ബി.ജെ.പി ഉന്നം വെച്ചുകൊണ്ട് തന്നെയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ദഹാനുവിൽ സംസാരിക്കുമ്പോഴായിരുന്നു ഏക്നാഥ് ഷിൻഡെ ബി.ജെ.പിയെ വിമർശിച്ചത്. രാവണന്റെ അഹങ്കാരത്തിനെതിരെ ജനം വോട്ട് ചെയ്യണം. സ്വേച്ഛാധിപത്യത്തിനും ഏകാധിപത്യത്തിനും എതിരെ പോരാടാനാണ് ഇവിടെ ഒരുമിച്ചിരിക്കുന്നതെന്നും ഷിൻഡെ പറഞ്ഞു. ദഹാനു നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ശിവസേന സ്ഥാനാർത്ഥി ഭരത് രാജ്പുട്ടിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഉപമുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ശിവസേന നേതാക്കളെ അടർത്തിയെടുക്കാൻ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രവീന്ദ്ര ചവാൻ ശ്രമിക്കുന്നുവെന്ന് ഷിൻഡെ നേരത്തെ ആരോപിച്ചിരുന്നു. ബി.ജെ.പി നേതൃത്വത്തിലുള്ള മഹാസഖ്യത്തിൽ തന്റെ പാർട്ടിയോട് തെറ്റായ സമീപനമാണുള്ളതെന്നും അദ്ദേഹം പരാതി ഉന്നയിച്ചു. ഡൽഹിയിലെത്തി അമിത്ഷായെ നേരിൽ കണ്ടാണ് ഷിൻഡെ ആശങ്ക അറിയിച്ചത്. എന്നാൽ ഷിൻഡെയുടെ ആരോപണങ്ങൾ തള്ളിയ അമിത്ഷാ കാര്യമായ നടപടികൾക്ക് ശുപാർശ ചെയ്തിട്ടുമില്ല എന്നാണ് അറിയുന്നത്. എന്നാൽ പാർട്ടി ദേശീയ തലത്തിലുള്ള വളർച്ചയ്ക്ക് ആവശ്യമായ പദ്ധതികളുമായി മുന്നോട്ട് പോകുമെന്ന് ബി.ജെ.പി കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കിയതായാണ് വിവരം. അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയിലും ഷിൻഡെയ്ക്ക് അനുകൂലമായ പ്രതികരണമൊന്നും ലഭിച്ചില്ലെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന മലയാള പഴമൊഴി ഷിൻഡെയുടെ കാര്യത്തിൽ അന്വർത്ഥമായതായി കാണാം. ഉദ്ധവ് താക്കറെയുടെ കാലുവാരിയാണ് 45 എം.എൽ.എമാരുമായി ഷിൻഡെ അന്ന് ശിവസേനയെ പിളർത്തിയത്. ഇന്ന് ഷിൻഡെയുടെ ശിവസേനയെ പിളർത്താൻ ബി.ജെ.പി ശ്രമിക്കുമ്പോൾ എങ്ങനെ പ്രതിരോധിക്കണമെന്ന് അറിയാതെ വട്ടം കറങ്ങുകയാണ് ഷിൻഡെ. നിലവിൽ ബി.ജെ.പി ശിവസേന സഖ്യത്തിൽ ഭിന്നത രൂക്ഷമായിരിക്കുകയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഫഡ്നവീസ് സർക്കാർ അധികാരം ഏറ്റെടുത്ത പിറ്റേ ആഴ്ച മുതൽ തുടങ്ങിയ അസ്വാരസ്യമാണ് പൊട്ടിത്തെറിക്ക് വഴിമരുന്നിട്ടിരിക്കുന്നത്. കേന്ദ്ര ഏജൻസികൾ ബി.ജെ.പിയുമായി ചേർന്ന് നിൽക്കുന്നത് ഷിൻഡെ പക്ഷത്തെ ദുർബലപ്പെടുത്തുന്ന ഘടകമാണ്. മന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഇ.ഡി അടക്കമുള്ള ഏജൻസികൾ ഇതിന്റെ ഭാഗമായി ശിവസേന മന്ത്രിമാരുടെ ഓഫീസുകളിൽ കയറിയിറങ്ങുകയാണെന്നും ആക്ഷേപമുണ്ടായിരുന്നു. ഇതിനു പിന്നാലെയാണ് ഒരു വലിയ പിളർപ്പിന് സാധ്യതകൾ തെളിഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ടാണ് ഷിൻഡെയുടെ പക്ഷത്തെ ചില മന്ത്രിമാരും 20ഓളം എം.എൽ.എമാരും ഞങ്ങളുമായി ആശയവിനിമയം പുലർത്തുന്നതെന്നും താക്കറെ വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വിശ്വസ്തത പരീക്ഷിക്കപ്പെടേണ്ടതിനാൽ ഞങ്ങൾ തിരക്ക് കൂട്ടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും ഉദ്ധവ് പക്ഷം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് മഹാരാഷ്ട്രയിൽ ഡിസംബറിൽ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ആഭ്യന്തര പ്രശ്നം കൂടുതൽ വഷളാകുമെന്ന് ഉറപ്പാണ്. കഴിഞ്ഞ കുറച്ച് അധികം മാസങ്ങളായി മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് ശിവസേനയുടെ 12 മന്ത്രിമാർ വിട്ടുനിൽക്കുന്നത് പതിവാണ്. ഇവർ ഉൾപ്പെടെ ആകെ 20 എം.എൽ.എമാരാണ് ഷിൻഡെ പക്ഷത്തു നിന്ന് പുറത്തു ചാടാൻ കാത്തിരിക്കുന്നത്.